ഒരു 10 ചെറുപഴം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഒരു 2 ചെറിയ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട് പൊടിക്കാനായിട്ട്. ഞാൻ കുറച്ച് ശർക്കര, 1/2 കിലോ ഇല്ല, കുറച്ച് ഒരു 1/4 കിലോ അത്രേ കാണുള്ളൂ ശർക്കര എടുത്ത് ഉരുകാനിട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബദാം വറുത്തെടുക്കാം. എൻ്റെ അടുത്ത് കാഷ്നട്ടില്ല, ബദാമാണ് വറുത്തെടുക്കാൻ പോണത്. ബദാം വറുത്ത് കോരി ഇനി നമുക്ക് ക്യാരറ്റ് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ തവയിലേക്ക് തന്നെ ഇച്ചിരി കൂടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിരിക്കണേ, ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കണേ. അത് ചെറുതാക്കി ചൂടാക്കി എടുക്കുക. ചെറുത്ത പഴം തവയിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കണം. ഇതിലേക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് നല്ലോണം ഇളക്കുക. വീണ്ടും നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു സ്ക്വയർ പാത്രം എടുത്തിട്ട് അതിൽ ഇല വെച്ചിരിക്കുകയാണ്. നെയ്യ് കൊണ്ട് ആ പാത്രം സൈഡ് മൊത്തം തടവി ക്യാരറ്റ് മൂപ്പിച്ചതും ബദാം വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമുക്കിത് നിരത്താം. അത് ക്യൂബായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ സമതലപ്പായിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ബദാമും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മൈദ വെച്ചിട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഗോതമ്പ് വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ അലുവ റെഡി. ആറിക്കഴിഞ്ഞാൽ നമുക്ക് വെടിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട്. അലുവ റെഡി.